ഇസ്രായേൽ നടത്തിയ വെടിനിർത്തലിന് ശേഷം ഗാസ വീണ്ടും വലിയ രീതിയിൽ കലങ്ങുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടായിരുന്നു തങ്ങളുടെ കൈവശമുള്ള മുഴുവൻ ബന്ദികളെയും കൊല്ലുമെന്ന ഭീഷണി ഹമാസ് ഭീകരർ മുഴക്കിയിരുന്നത്. ജനുവരി 19 ആരംഭിച്ച 42 ദിവസത്തെ വെടിനിർത്തൽ അവസാനിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ചയുമായി ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി ആളുകളാണ് മരിച്ചത്. മാത്രമല്ല നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരിച്ചവരിലേറെയും കുട്ടികളാണെന്നാണ് പാലസ്തീൻ ആരോഗ്യ വിഭാഗം നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഗാസയുടെ വടക്കും തെക്കുമുള്ള വീടുകളും കൂടാരങ്ങളും ഉൾപ്പെടെയുള്ളവ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു കൂടുതലും വ്യോമാക്രമണം നടത്തിയിരുന്നത്. അതിർത്തിയിൽ തമ്പടിച്ച ടാങ്കുകളിൽ നിന്ന് വലിയ രീതിയിൽ ഷെല്ലാക്രമണവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണങ്ങൾ തുടക്കം മാത്രമാണെന്നും എല്ലാ വെടിനിർത്തൽ ചർച്ചകളും ഇതിനിടയിൽ നടക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഹമാസിനെ നശിപ്പിക്കുക, തീവ്രവാദികൾ തടവിലാക്കിയ എല്ലാ ബന്ദികളെ മോചിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതുവരെ ഇസ്രായേൽ ആക്രമണവുമായി മുന്നോട്ട് പോകുമെന്നും ഇസ്രായേൽ ദേശീയ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത പ്രസ്താവനയിൽ നെതന്യാഹു ശക്തമായി തന്നെ വെളിപ്പെടുത്തി. ബന്ദികളെ മോചിപ്പിക്കുന്നതിന് സൈനിക സമ്മർദ്ദം അനിവാര്യമാണെന്ന് മുൻകാല സംഭവങ്ങൾ തെളിയിച്ചതായും അദ്ദേഹം പറയുകയുണ്ടായി. ജനുവരി 19 വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരുന്നത്. അതിനുശേഷം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ഏറ്റവും ശക്തമായ ആക്രമണമായിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ ഗാസയിൽ ഉണ്ടായിരുന്നത്. 3 ഘട്ടമായി നടപ്പാക്കാൻ ധാരണയായ വെടിനിർത്തലിന്റെ ലംഘനമാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ഈ ആക്രമണമെന്നാണ് ഹമാസ് ആരോപിക്കുന്നത്. ഗാസയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരാനുള്ള മധ്യസ്ഥരുടെ ശ്രമങ്ങളെ തകിടം മറിക്കുകയാണെന്ന് ഇസ്രായേലെന്നും അവർ ശക്തമായി തന്നെ ആരോപിക്കുകയുണ്ടായി. അമേരിക്കയുമായി പൂർണ്ണമായി സഹകരിച്ചാണ് ആക്രമണമെന്ന് ഇസ്രായേൽ സർക്കാരിന്റെ വക്താവ് ഡേവിഡ് മെർസർ തുറന്നു പറയുകയും ചെയ്തു. ഇസ്രായേലിന് നൽകുന്ന പിന്തുണയ്ക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറയുന്നതായും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് സർക്കാരിലെ പ്രധാനമന്ത്രിയായ ഇസാം അൽ ദാലിസും കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ ബോംബാക്രമണത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ മതിയായ യാതൊരു സംവിധാനവും ഇല്ലെന്നാണ് ഡോക്ടർമാരെല്ലാം വെളിപ്പെടുത്തുന്നത്. പരിക്കേറ്റവരിൽ ഭൂരിഭാഗം കുട്ടികളാണെന്ന് പറഞ്ഞ ഡോക്ടർമാർ അവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണെന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. ഇസ്രായേലിന്റെ കരസേനയും ഗാസയിലെ സൈനിക നടപടികൾക്കായി എത്തുമെന്നാണ് നിലനിൽക്കുന്ന ഒരു സൂചന. സൈന്യത്തിന്റെ എല്ലാ വിഭാഗങ്ങളോടും പൂർണ്ണമായി സജ്ജരായിരിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയവരിൽ ഇനി 59 പേർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ മധ്യസ്ഥത വഹിച്ച രാജ്യങ്ങൾ ഇടപെടണമെന്നുമുള്ള ആവശ്യവും നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേലിലെ കൂട്ടക്കുരുതിക്ക് പച്ചക്കൊടി കാട്ടിയത് അമേരിക്കയാണെന്നും ഇത്രയും പേർ കൊല്ലപ്പെട്ടതിന് അമേരിക്കയും ഉത്തരവാദിയാണെന്നുമുള്ള ശക്തമായ കുറ്റപ്പെടുത്തലാണ് ഹമാസ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണം തുടരുകയാണെങ്കിൽ ഒറ്റ ബന്ദികളെയും ജീവനോടെ വെച്ചേക്കില്ലെന്ന മുന്നറിയിപ്പാണ് അവർ നൽകുന്നത്. ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസ് ഇതുവരെ സങ്കല്പിക്കാത്ത തരത്തിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ഭീഷണിയും നെതന്യാഹു ഉയർത്തുന്നുണ്ട്. മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ നരകം കാണിക്കുമെന്ന മുന്നറിയിപ്പാണ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്നത്. ഗാസയിലേക്ക് ആക്രമണം ആരംഭിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ അമേരിക്ക ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. മധ്യസ്ഥന്മാരും പശ്ചിമേഷ്യയുടെ ചുമതലയുള്ള വൈറ്റ് ഹൗസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഹമാസ് തള്ളിക്കളഞ്ഞുവെന്നാണ് ഇസ്രായേൽ പ്രധാനമായിട്ടും ആരോപിക്കുന്ന കാര്യം. ബന്ദികൾ മടങ്ങിയെത്തുന്നതുവരെ ഗാസയിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗാസയിലെ പ്രമുഖരായ പല ഹമാസ് നേതാക്കളും കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി ബന്ദികളുടെ കുടുംബാംഗങ്ങൾ തന്നെ രംഗത്ത് വരികയുണ്ടായി. നെതന്യാഹുവിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്നുള്ള പ്രഖ്യാപനവും അവർ നടത്തിയിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ശേഷം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 48,000-ഓളം പേരാണ് പ്രധാനമായിട്ടും കൊല്ലപ്പെട്ടിട്ടുള്ളത്. വെടിനിർത്തലിനെ തുടർന്ന് ഗാസയുടെ വിവിധ മേഖലകളിലേക്ക് മടങ്ങിയെത്തിയ പലരും കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. പക്ഷേ 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണം അന്വേഷിക്കാൻ പുതിയ ടാസ്ക് ഫോഴ്സ് പ്രഖ്യാപിച്ച് US നീതിന്യായ വകുപ്പും രംഗത്ത് വന്നിരുന്നു. JDF 10-7 എന്ന പേരിൽ രൂപം നൽകിയ സമിതി ഇസ്രായേലിലെ ആക്രമണത്തിൽ നേരിട്ടും അല്ലാതെയും പങ്കാളികളായ ഹമാസ് പോരാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു. ബൈഡൻ അധികാരത്തിലിരിക്കെ നീതിന്യായ വിഭാഗം ഹമാസ് നേതാവ് യഹ്യ സിൻവറിനും മറ്റു മുതിർന്ന നേതാക്കൾക്കുമെതിരെ കുറ്റം ചുമത്തുന്ന നടപടിയായിരുന്നു കൈക്കൊണ്ടിരുന്നത്. എല്ലാ ബന്ദികളെയും വിട്ടയക്കണമെന്ന് ഹമാസിന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് ഈ പുതിയ നീക്കവും. ക്യാമ്പസുകളിലെ പാലസ്തീൻ അനുകൂല പ്രകടനങ്ങളിൽ പങ്കെടുത്ത വിദേശ വിദ്യാർത്ഥികൾക്കെതിരെ ദിവസങ്ങൾക്ക് മുമ്പ് നടപടിയുമായി സർക്കാരും രംഗത്ത് വന്നിരുന്നു. കൊളംബിയ വിദ്യാർത്ഥി മഹ്മൂദ് ഖലീലിനെ അറസ്റ്റ് ചെയ്തതടക്കം നടപടികൾ രാജ്യത്തെ വിദേശ വിദ്യാർത്ഥികളിൽ ആശങ്ക പടർത്തുകയും ചെയ്യുകയുണ്ടായി.